ഓണം കളറാക്കാൻ ഇത്തവണ ജയിലിൽ നിന്നും പൂവെത്തും. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ അന്തേവാസികളുടെ സഹകരണത്തോടെ കൃഷി ചെയ്ത ചെണ്ടുമല്ലിക വിളവെടുപ്പ് ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ജയിൽ DIG B സുനിൽകുമാറിന് പൂക്കൾ കൈമാറി നിർവഹിച്ചു. തളിപ്പറമ്പ് കാർഷിക വികസന കൺസോർഷ്യം വൈസ് ചെയർമാൻ LV മുഹമ്മദ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പുഴാതി കൃഷിഭവൻ മുഖേന സെൻട്രൽ ജയിലിൽ 1.5 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ജില്ലാ പഞ്ചായത്ത് 1500ഓളം ചെണ്ടുമല്ലി തൈകൾ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൈമാറിയത്. സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് EV ജിജേഷ് മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയുടെ ഇത്തവണത്തെ പ്രിസൺ മെഡലിന് അർഹനായ സ്പെഷ്യൽ സബ് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് TA പ്രഭാകരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1.5 മാസക്കാലത്തെ അധ്വാനത്തിന്റെ ഫലമായി നയനമനോഹരമായ കാഴ്ചയാണ് ജയിൽ പരിസരത്ത് ഒരുക്കിയത്. സ്പെഷ്യൽ സബ് ജയിലിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K വേണു അധ്യക്ഷനായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ രേണു P, ജില്ലാ ജയിൽ സൂപ്രണ്ട് KK റിനിൽ, വനിതാ ജയിലർ റംല BV, പുഴാതി കൃഷിഭവൻ ഓഫീസർ ശ്രീകുമാർ, T സന്തോഷ്, KK ബൈജു എന്നിവർ സംസാരിച്ചു. EV ജിജേഷ് സ്വാഗതവും KC വിൻസെന്റ് നന്ദിയും പറഞ്ഞു. TA പ്രഭാകരൻ, S ഷാജി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സെൻട്രൽ ജയിലിന്റെ മുൻപിലെ 1-ാം കൗണ്ടറിൽ നിന്നും നേരിട്ട് ആവശ്യക്കാർക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൂക്കൾ വിതരണം നടത്തും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതി പ്രകാരം ഇക്കുറി അഴീക്കൽ ചാലിലെ കർഷകൻ സലീഷിന്റെ വീട്ടുമുറ്റത്തെ ചെണ്ടുമല്ലി കൃഷിയാണ് വിളവെടുത്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്തത്. ഉത്രാടത്തിനും തിരുവോണത്തിനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പൂക്കൾ വിപണിയിലെത്തുകയും ഉപഭോക്താക്കൾ വൻ വില കൊടുത്ത് കൊള്ളയടിക്കപ്പെടാതിരിക്കുന്നതിനാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പൂക്കൃഷിക്ക് വ്യാപകമായ സഹായം നൽകിയത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.